പുട്ടിനും പൂരിക്കും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയ വെള്ളക്കടലക്കറി തയ്യാറാക്കാം. ആദ്യം തന്നെ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത കടല ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് വേവിക്കണം. ഇനി ഒരു കടായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ജീരകം, നല്ല ജീരകം ഇതെല്ലാം ചേർത്ത് അരമിനിറ്റ് ഇളക്കി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവാളയും കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് സവാള വഴണ്ടി വരുമ്പോൾ ഒരു തക്കാളിയും വെള്ളത്തിൽ കുതിർത്ത 10 അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് തക്കാളി വെന്തു വരുന്നവരെ മൂടി വെച്ച് വേവിക്കണം. തക്കാളി വേവാകുമ്പോൾ മുളകുപൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് പൊടികൾ മൂത്ത് വന്നാൽ സ്റ്റവ് ഓഫ് ചെയ്ത് ഇതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അടുത്തതായി ഒരു കടായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാളയുടെ പകുതി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് സവാള ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ അരപ്പ് ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് അരപ്പ് നന്നായി കുറുകി എണ്ണ തെളിഞ്ഞു വരുന്നതുവരെ തിളപ്പിക്കണം. അതിനുശേഷം വേവിച്ചു വെച്ച കടല ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പും 3 പച്ചമുളക് നെടുകെ കീറിയതും ചേർത്ത് മസാലകളെല്ലാം കടലയിലേക്ക് പിടിക്കാൻ 10 മിനിറ്റ് മൂടി വെച്ച് തിളപ്പിക്കണം. അവസാനമായി അരക്കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ മല്ലിയില കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. വെള്ളക്കടലക്കറി റെഡിയായിട്ടുണ്ട്.